അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ചൊവ്വാഴ്ച. സ്വർണ്ണവില പവന് 64,000 കടന്നു. ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 8,060 രൂപയും പവന് 640 രൂപ ഉയർന്ന് 64,480 രൂപയുമായി. വെറും 2 ദിവസം കൊണ്ട് 925 രൂപയാണ് പവൻ വിലയിൽ കൂടിയത്. ഈ മാസം ഇതുവരെ 2,840 രൂപ വർദ്ധിച്ചു. നിലവിലെ മുന്നേറ്റം തുടർന്നാൽ അധികം വൈകാതെ പവൻ വില 70,000 കടക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന് ഹമാസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മുഴുവൻ ബന്ദികളും തിരിച്ചെത്തിയില്ലെങ്കിൽ എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. സാഹചര്യം വഷളാകട്ടെ എന്നായിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോടുള്ള ട്രംപിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിൽ ഊഷ്മള സ്വീകരണം. AI ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്നലെ പാരീസിലെത്തിയ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഒരുക്കിയ അത്താഴ വിരുന്നിലും പങ്കെടുത്തു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് പാരീസിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെ മോദിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഇമ്മാനുവൽ മാക്രോൺ പങ്കുവച്ചു. പാരീസിൽ നടക്കുന്ന AI ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം സഹ അധ്യക്ഷനായി പങ്കെടുക്കും. AI രംഗത്തെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്യാനാണ് ഉച്ചകോടി. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും വ്യവസായികളുടെ യോഗത്തിലും മോദി പങ്കെടുക്കും. നാളെ മാർസയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മോദിയും മക്രോണും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മരണം. വയനാട് സുൽത്താൻ ബത്തേരി നൂൽപ്പുഴയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് മാനുവിനെ കാട്ടാന ആക്രമിച്ചത്. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. മാനുവിനൊപ്പം ഭാര്യ ചന്ദ്രികയും സംഭവ സമയത്ത് കൂടെയുണ്ടായിരുന്നു. ആദ്യം ഇവരെ കാണാതായെങ്കിലും പിന്നീട് സുരക്ഷിതയായി കണ്ടെത്തി. ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ സോഫിയ എന്ന സ്ത്രീ ഇന്നലെ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണിപ്പോൾ വയനാട്ടിലും കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. വന്യമൃഗശല്യത്തിൽ മലയോര ജനത പൊറുതിമുട്ടിയെന്ന് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. മലയോര ജനതയെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും അതിനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും കത്തോലിക്ക ബാവ പറഞ്ഞു. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും കാട്ടുമൃഗങ്ങൾ എന്ന പ്രയോഗം ഇന്ന് അപ്രസക്തമായി കഴിഞ്ഞുവെന്നും കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ നാട്ടിലാണെന്നും മനുഷ്യന്റെ അധ്വാനം മുഴുവൻ മൃഗങ്ങൾ നശിപ്പിക്കുന്നുവെന്നും കാത്തോലിക്ക ബാവ വിമർശിച്ചു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഇത് കാലത്തിനനുസരിച്ചുള്ള നയമാറ്റമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇനിയും സ്വകാര്യ സർവകലാശാലകൾക്ക് അയിത്തം കൽപ്പിക്കേണ്ടതില്ലെന്നും SFIക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും ബില്ലുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തു കൃഷ്ണൻ സമാഹരിച്ച പണം മുഴുവൻ ആദ്യഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ഉപയോഗിച്ചുവെന്ന് അനന്തു മൊഴി നൽകി. ബാക്കി വന്ന തുക ഭൂമിയും വാഹനങ്ങളും നൽകാൻ വിനിയോഗിച്ചുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ജനപ്രതിനിധികളുടെ അടക്കം പങ്ക് അന്വേഷിക്കണമെന്ന് പോലീസ് റിപ്പോർട്ടുണ്ട്. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തുകൃഷ്ണൻ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമില്ലാത്തവയെന്ന് കണ്ടെത്തൽ. നൽകിയ തയ്യൽ മെഷീൻ 6 മാസത്തിനകം ഉപയോഗശൂന്യമായി എന്നും കൊച്ചി ഞാറയ്ക്കലിലും നിരവധി സ്ത്രീകൾക്ക് പണം നഷ്ടപ്പെട്ടുവെന്നും വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ബൈക്ക് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പാതിവില തട്ടിപ്പിൽ അനന്തുകൃഷ്ണനും ആനന്ദകുമാറിനുമെതിരെ കൂടുതൽ കേസ്. 918 പേരിൽ നിന്ന് 6,32,00,000 തട്ടിയെന്ന പരാതിയിൽ കോഴിക്കോട് ഫറോക്ക് പോലീസ് കേസെടുത്തു. ഇതിനിടെ ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന വെളിപ്പെടുത്തലുമായി ഇടുക്കിയിലെ സീഡ് സൊസൈറ്റി അംഗങ്ങൾ രംഗത്തെത്തി.
കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അപ്പീലിൽ വീണ്ടും വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി വിധി പറയാനായി മാറ്റി. CBI അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്ന് കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CBI അന്വേഷണം എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണം തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഭാര്യ മഞ്ജുഷ അടക്കമുള്ളവർ നിലപാടെടുത്തു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തെരഞ്ഞെടുത്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ ഒരുക്കുക എന്ന വെല്ലുവിളിയാണ് മുന്നിലുള്ളതെന്നും പാർട്ടി ഏൽപ്പിച്ച ചുമതല നിറവേറ്റുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. സഹകരണ മേഖലയിൽ ആക്ഷേപമുണ്ടാകാതിരിക്കാൻ ജാഗ്രത തുടരുമെന്നും അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാകാൻ തിരുവനന്തപുരത്തെ പൊഴിയൂർ. പ്രദേശവാസികളുടെ നീണ്ടകാലത്തെ സ്വപ്നമാണിതെന്നും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഏത് കാലാവസ്ഥയിലും വള്ളമിറക്കാൻ കഴിയുന്ന ആധുനിക മത്സ്യബന്ധന തുറമുഖമാകുമിതെന്നും അധികൃതർ അറിയിച്ചു. പദ്ധതിയുടെ നിർമ്മാണ ചെലവ് 343 കോടി രൂപയാണ്. തുറമുഖത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ നീക്കിവച്ചിരുന്നു. ലോട്ടറി വിതരണക്കാരുടെ സേവന നികുതി കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊണ്ടുവരണമെന്ന കേന്ദ്രത്തിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. ലോട്ടറി നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനെന്ന് പറഞ്ഞ സുപ്രീം കോടതി ഇതിൽ ഇടപെടാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും വ്യക്തമാക്കി. ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പന ഒരു സേവനമല്ല, മറിച്ച് സംസ്ഥാനത്തിന് വരുമാനം നേടുന്നതിനുള്ള ഒരു മാർഗമാണെന്നും കോടതി വിധിച്ചു. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് താരസംഘടനയായ അമ്മ കത്തയച്ചു. അമ്മ സംഘടനയെ നാഥനില കളരിയെന്ന് വിശേഷിപ്പിച്ചതിൽ അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത്. അമ്മ സംഘടനയ്ക്ക് നാഥനില്ലെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും നിർമ്മാതാക്കൾ ഖേദം പ്രകടിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതിയായ നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി തള്ളി. കോടതിയിൽ നിന്ന് ഒരു സഹതാപവും നാരായണദാസ് പ്രതീക്ഷിക്കേണ്ടെന്നും മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് സുപ്രീം കോടതി വാക്കാൽ നിരീക്ഷിച്ചു. തിരുവനന്തപുരം ഷൊർണൂർ ലൈനിലോടുന്ന 16302 നമ്പർ വേണാട് എക്സ്പ്രസ് നിലമ്പൂർ വരെ നീട്ടണമെന്ന ആവശ്യം റെയിൽവേയുടെ പരിഗണനയിൽ. രാവിലെ നിലമ്പൂരിൽ നിർത്തിയിടുന്ന 16349 എന്ന ട്രെയിൻ നമ്പർ രാജറാണി എക്സ്പ്രസ് എറണാകുളം വരെ പകൽ സർവീസ് നടത്തണമെന്ന ആവശ്യവും റെയിൽവേ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് PP സുനീർ MPക്ക് അയച്ച കത്തിലാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ലഹരിമരുന്ന് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ കോടതി വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഷൈൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. 2015 ജനുവരി 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ 3-ാം പ്രതി ഷൈനും 4 യുവതികളും ചേർന്ന് കൊക്കൈൻ ഉപയോഗിച്ച് സ്മോക്ക് പാർട്ടി നടത്തി എന്നതായിരുന്നു കേസ്. സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാകും. RC ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത്. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹൻ വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. ലോജിസ്റ്റിക് സർവീസ് നിരക്കുകൾ വർദ്ധിപ്പിച്ച് KSRTC. ഇതോടെ KSRTC വഴി പാഴ്സൽ അയക്കാൻ ചെലവേറും. എന്നാൽ 5 കിലോ വരെയുള്ള പാഴ്സലുകൾക്ക് നിരക്ക് വർധന ഉണ്ടാവില്ല. 800 കിലോമീറ്റർ ദൂരം വരെയാണ് ലോജിസ്റ്റിക് സർവീസ് വഴി കൊറിയർ അയക്കാൻ കഴിയുക. കൊച്ചി കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതി നൽകിയ ജീവനക്കാരി ജോളി മധു മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് MSME. അന്വേഷണത്തിനായി 3-അംഗ സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കയർ ബോർഡ് നിർദ്ദേശം നൽകി.
മാലിന്യ സംസ്കരണ ഉത്തരവാദിത്വം നഗരപാലിക നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഓരോ ഹോട്ടലിലും മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് ആവശ്യപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ടലുകളെ അടച്ചുപൂട്ടിക്കുന്നതുമൂലം അനേകരാണ് തൊഴിലും വരുമാനവും ഇല്ലാത്തവരാകുന്നതെന്നും നികുതിയും ലൈസൻസ് ഫീസും യൂസർ ഫീയും വാങ്ങുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കണമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ വിമർശനവുമായി AAP മുതിർന്ന നേതാവ് സോംനാഥ് ഭാരതി. ദില്ലിയിൽ കോൺഗ്രസ് BJPയുടെ ബി ടീമായി പ്രവർത്തിച്ചുവെന്നും ഇന്ത്യ സഖ്യത്തിൽ AAP തുടരണോ എന്നതിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും സോംനാഥ് ഭാരതി പറഞ്ഞു. തെരഞ്ഞെടുപ്പിനായി 4 ലക്ഷം കള്ളവോട്ടുകൾ BJP വോട്ടർ പട്ടികയിൽ ചേർത്തെന്നും സോംനാഥ് ഭാരതി ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി DMKയെ BJP സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരുന്നെന്ന് പാർട്ടി ഖജാൻജിയും MP-യുമായ TR ബാലുവിന്റെ വെളിപ്പെടുത്തൽ. NDAയിൽ ചേർന്നാൽ തമിഴ്നാടിന് കേന്ദ്രവിഹിതം കിട്ടുന്നത് എളുപ്പമാകുമെന്ന് മോദി സൂചിപ്പിച്ചെന്നും ബാലു പറഞ്ഞു. എന്നാൽ ഹിന്ദി അറിയാത്ത ബാലു പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാവും എന്നാണ് തമിഴ്നാട് BJP പറയുന്നത്. പൂനെയിൽ ഗില്ലിൻ ബാരെ സിൻഡ്രോം ബാധിച്ച 37 വയസ്സുള്ള ഡ്രൈവർ ചികിത്സയ്ക്കിടെ മരിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിൽ ഈ അപൂർവ നാഡീ സംബന്ധമായ അസുഖം മൂലമുള്ള മരണസംഖ്യ 7ആയി. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ കഴിയുന്ന 192 പേരിൽ 167 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം കേസുകളുള്ള പൂനെയിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മഹാകുംഭമേളയിൽ നാളെ നടക്കുന്ന പ്രധാന സ്നാനമായ മാഘി പൂർണിമയോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണങ്ങളുമായി ഉത്തർപ്രദേശ് സർക്കാർ. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രയാഗ്രാജിൽ ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. മേള നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ പ്രയാഗ്രാജ് നഗരത്തിൽ മുഴുവൻ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വൈദ്യുത സബ്സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറിയ കുരങ്ങ് ശ്രീലങ്കയെ ഇരുട്ടിലാക്കി. ഞായറാഴ്ച ശ്രീലങ്കയിൽ ഉടനീളം വൈദ്യുതി മുടങ്ങി. ഞായറാഴ്ച രാവിലെ 11:30 തുടങ്ങിയ വൈദ്യുതി തടസ്സം ചൊവ്വാഴ്ചയും പരിഹരിക്കാനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. മധ്യ അമേരിക്കൻ നഗരമായ ഗ്വാട്ടിമാലയിൽ ബസ് പാലത്തിൽ നിന്ന് മലയിടുക്കിലേക്ക് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 51ആയി. 75 പേരുമായി പോയ ബസ്സാണ് മറിഞ്ഞത്. ഗ്വാട്ടിമാല സിറ്റിയിലാണ് സംഭവം. എൽ റാഞ്ചോ എന്ന ഗ്രാമത്തിൽ നിന്ന് ഗ്വാട്ടിമാലയിലേക്ക് വരികയായിരുന്ന ബസ് കാറിനെ ഇടിച്ച ശേഷമാണ് കൊക്കയിലേക്ക് വീണത്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ ചെങ്കുത്തായ മലയിടുക്കിലേക്കും അവിടെ നിന്ന് പുഴയിലേക്കും ബസ്സിലെ യാത്രക്കാർ വീഴുകയായിരുന്നു. ബസ് പുഴയിലേക്ക് തലകുത്തി വീണ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകാ കമ്പനിയായ മെറ്റ വൻതോതിൽ തൊഴിലാളികളെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഏകദേശം 3000 ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടേക്കുമെന്നും പകരം മെഷീൻ ലേണിംഗ് എഞ്ചിനീയർമാരെ ജോലിക്കെടുക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെ അനധികൃത കുടിയേറ്റം തടയാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി UK ഗവൺമെന്റ്. അനധികൃതമായി കുടിയേറി നിയമവിരുദ്ധമായി തൊഴിൽ ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനായി ലേബർ പാർട്ടി ഗവൺമെന്റ് രാജ്യത്ത് വ്യാപക റെയ്ഡ് നടത്തി. ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ, കാർ വാഷ് സെന്ററുകൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും റെയ്ഡ് നടന്നത്. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ ജിംനാസ്റ്റിക്സിൽ കേരളത്തിന് 3 മെഡലുകൾ. 2 വെള്ളിയും 1 വെങ്കലവുമാണ് ജിംനാസ്റ്റിക്സിൽ കേരളം സ്വന്തമാക്കിയത്. ആംക്രോബാറ്റിക് ജിംനാസ്റ്റിക്സിൽ പുരുഷന്മാരുടെ ഗ്രൂപ്പ് വിഭാഗത്തിലും മിക്സഡ് വിഭാഗത്തിലുമാണ് കേരളം വെള്ളി നേടിയത്. ജിംനാസ്റ്റിക്സിൽ വിമൻസ് പെയർ വിഭാഗത്തിൽ ലക്ഷ്മി B നായർ, പൗർണമി ഋഷികുമാർ എന്നിവരുടെ ടീമാണ് വെങ്കല മെഡൽ നേടിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.